നമസ്കാരം. യുദ്ധഭീതിയിൽ വീണ്ടും ഗസ നഗരം ഇപ്പോൾ നടുങ്ങുകയാണ് എന്ന് തന്നെ പറയാം. ഇസ്രായേലിന്റെയും ട്രംപിന്റെയും ഒക്കെ ഒത്തുചേരൽ തന്നെയാണ് ഇപ്പോൾ ഗസയ്ക്ക് വളരെയധികം തന്നെ ഭയമായി മാറുന്നത്. ശനിയാഴ്ച ഉച്ചയോടെ മുഴുവൻ ബന്ദികളെയും വിട്ടയച്ചില്ലെങ്കിൽ ആക്രമണം പുനരാരംഭിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഭീഷണി മുഴക്കിയിരുന്നു. എന്നാൽ വെടിനിർത്തൽ കരാർ മാനിക്കാതെ ബന്ദിമോചനമില്ല എന്നാണ് ഹമാസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി ഞങ്ങൾ വെടിവെക്കില്ല എന്നും ഉപദ്രവിക്കില്ല എന്നും പറഞ്ഞ ഇസ്രായേൽ കഴിഞ്ഞ ദിവസം പോലും ഹമാസിനെതിരെയും അതുപോലെ ഗസയിലും ഫലസ്തീനികൾക്കെതിരെയും തന്നെ നിലപാടുകൾ മാറ്റിയാണ് ചെയ്തത്. ശനിയാഴ്ച ഉച്ചയോടെ എല്ലാ ബന്ദികളെയും ഹമാസ് വിട്ടയക്കണമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിനാണ് പിന്തുണച്ച് ഇസ്രായേലും രംഗത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ബന്ദികളെ വിട്ടില്ലെങ്കിൽ ഗസയ്ക്കുമേൽ യുദ്ധം തന്നെ പുനരാരംഭിക്കുമെന്നും ഹമാസിനെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4 മണിക്കൂർ നീണ്ട ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭാ യോഗാനന്തരമാണ് നെതന്യാഹുവിന്റെ ഭീഷണി ഇപ്പോൾ രംഗത്ത് വരുന്നത്. ഇതേ തുടർന്ന് ഗസ അതിർത്തിയിൽ ഇസ്രായേൽ യുദ്ധസന്നാഹങ്ങളും ശക്തമാക്കിയിരിക്കുന്നു. വെടിനിർത്തൽ കരാർ അടിക്കടി ഇസ്രായേൽ ലംഘിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് ശനിയാഴ്ച നടക്കേണ്ട ബന്ദിമോചനം മാറ്റിവെക്കുന്നതെന്ന് ഹമാസ് തിങ്കളാഴ്ച അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം ബന്ദികളുടെ ജീവൻ രക്ഷിക്കാൻ ഹമാസുമായുള്ള കരാർ തുടരണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേൽ ഉടനീളം പ്രക്ഷോഭം തന്നെ നടത്തുകയും ചെയ്തു. 74 ബന്ദികൾ കൂടി ഹമാസിന്റെ പിടിയിലുണ്ടെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത്. ഇതിനിടയിൽ ഗസ പദ്ധതി സംബന്ധിച്ച നിലപാടിൽ മാറ്റമില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു പറഞ്ഞു. ഗസ വില കൊടുത്തു വാങ്ങി റിയൽ എസ്റ്റേറ്റ് പദ്ധതി ആരംഭിക്കുകയല്ല തന്റെ ലക്ഷ്യമെന്ന് ട്രംപ് വിശദീകരിച്ചു. അമേരിക്കയുടെ മേൽനോട്ടത്തിൽ ഗസയിൽ സമഗ്ര വികസനത്തിന് വഴിയൊരുക്കുന്നതാകും പദ്ധതി. ഗസയിലെ ഫലസ്തീൻ ജനതയെ ജോർദാനും ഈജിപ്തും മറ്റ് രാജ്യങ്ങളും ഏറ്റെടുക്കുമെന്നും തന്നെയാണ് താൻ കരുതുന്നതെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം ട്രംപിന്റെ ഗസ പദ്ധതി സംബന്ധിച്ച് കൃത്യമായ അഭിപ്രായം പ്രകടിപ്പിക്കാൻ വൈറ്റ് ഹൌസിൽ നടന്ന സംയുക്ത വാർത്താ സമ്മേളനത്തിൽ തന്നെ ജോർദാനിലെ അബ്ദുള്ള രാജാവ് രണ്ടാമൻ തയ്യാറായില്ല. US പദ്ധതി സംബന്ധിച്ച് ഈജിപ്ത്, സൗദി ഉൾപ്പെടെ രാജ്യങ്ങളുമായി ചർച്ച ചെയ്ത് നിലപാട് അറിയിക്കുമെന്ന് ജോർദാൻ രാജാവ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. പദ്ധതിയുമായി സഹകരിച്ചില്ലെങ്കിൽ ജോർദാനും ഈജിപ്തിനുമുള്ള സാമ്പത്തിക സഹായം തടയുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതായി തന്നെ റിപ്പോർട്ടിലുണ്ട്. ഇതിനിടെ തുടർ ചർച്ചയ്ക്കായി ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ഇന്ന് ഇസ്രായേലിലേക്ക് എത്തും. അതുപോലെ തന്നെ ഇസ്രായേലിനും ഹമാസിനും ഇടയിൽ ബന്ദികളെയും തടവുകാരെയും കൈമാറ്റം ചെയ്യുന്നത് ദുർബലമായിരിക്കുന്ന സാഹചര്യമാണിതെന്നും ഗാസയുടെ ഭാവിയെക്കുറിച്ച് സംശയം ജനിപ്പിച്ചുകൊണ്ട് ആഗോളതലത്തിൽ വർദ്ധിച്ചു വരുന്ന പ്രതിഷേധങ്ങൾക്കിടയിലും തന്നെ ഗാസ സ്വന്തമാക്കാനുള്ള പദ്ധതി ഡൊണാൾഡ് ട്രംപ് ഇരട്ടിയാക്കിയിരിക്കുന്നു. ഗാസ വാങ്ങാനും സ്വന്തമാക്കാനും ഞാൻ പ്രതിജ്ഞാബദ്ധനാണ് എന്നും സൂപ്പർ ബൗളിലായി ന്യൂ ഓർലിയൻസിലേക്ക് പോകുന്ന വഴി തന്നെ എയർഫോഴ്സ് 1 അദ്ദേഹം തന്നെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. മധ്യപൂർവ്വ ദേശത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് അതിന്റെ ഭാഗങ്ങളും നിർമ്മിക്കുന്നതിനായി തന്നെ ഞങ്ങൾ അത് നൽകിയേക്കാമെന്നും ഞങ്ങളുടെ ആഭിമുഖ്യത്തിൽ മറ്റുള്ളവർക്ക് അത് ചെയ്യാൻ കഴിയുമെന്നും പറഞ്ഞു. പക്ഷേ അത് സ്വന്തമാക്കാനും ഏറ്റെടുക്കാനും ഹമാസ് പിന്നോട്ട് പോകുന്നില്ലെന്ന് ഉറപ്പാക്കാനും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് പറയുന്നുണ്ട്. ഗാസ മുനമ്പിൽ ഇസ്രായേൽ നടത്തുന്ന വിപുലമായ സൈനിക നീക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ സിവിലിയന്മാർക്ക് തന്നെ തിരികെ പോകാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പതിറ്റാണ്ടുകളായി തുടരുന്ന അന്താരാഷ്ട്ര നയതന്ത്രത്തെ ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന പദ്ധതിയെ ന്യായീകരിക്കാൻ ട്രംപ് ശ്രമിച്ചതായി തോന്നുന്നു. ശ്രമിക്കുന്നവരെ പൊളിച്ചു മാറ്റുമെന്നും അത് തന്നെ അദ്ദേഹം പറഞ്ഞു. തന്നോട് സംസാരിച്ചതിനു ശേഷം അറബ് രാജ്യങ്ങൾ ഫലസ്തീനികളെ ഏറ്റെടുക്കാൻ സമ്മതിക്കുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു.